ഒരു സ്ഥലത്തെ പ്രോഗ്രാമിന് പോകാം. കാരണം ഞാൻ എന്താ പോകാത്തെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, 2-3 കാര്യങ്ങൾ. ഒന്ന്, 2001 മന്ത്രിയായി, 2011 മന്ത്രിയായി, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകണമെന്നൊക്കെയാണ്. അവസാനം എനിക്കൊരാവശ്യം വന്നപ്പോൾ എല്ലാവരും എന്നെ ആഗ്രഹിക്കുന്ന ശബ്ദം കേട്ട് എന്നെ സഹായിക്കും. അപ്പോൾ ഇനി ഇറങ്ങി നടക്കണ്ട, സർക്കാരിൻ്റെ ഡീസലും പെട്രോളും കളയണ്ട എന്ന് വിചാരിച്ചാണ്. ഞാൻ അതിന് തയ്യാറില്ല. മാത്രമല്ല, എനിക്ക് തന്ന വകുപ്പ് KSRTC അത് തരുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് ഇതിനെ ഒന്ന് പച്ചപിടിപ്പിക്കുക. ഒറ്റത്തവണയായി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം അതെന്നോട് പറയുമ്പോൾ ഞാൻ പരമാവധി ശ്രമിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ എല്ലാ പിന്തുണയും കിട്ടി. എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം ശരിയാണെങ്കിൽ, മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഈ സെപ്റ്റംബർ മാസത്തിൽ ഒരുമിച്ച് KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം റെഡിയായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തടസ്സം വന്നാൽ എന്നെ കുറ്റം പറയുന്നു. ഇയാൾ പറഞ്ഞത് നടത്തിയില്ല, ഒരു ചെറിയ ശതമാനമുണ്ട്, ചില പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാറുണ്ട്. പക്ഷേ എന്നാലും 99% പ്രശ്നങ്ങൾ ഇന്നലെ വൈകിട്ടോടുകൂടി സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു നടത്തിപ്പാണ്. അതിനും കേരള ബാങ്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും എല്ലാം സഹായമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളത് ചെയ്യും. എല്ലാ മാസങ്ങളിലും കൃത്യമായി 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കണമെന്നുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഗ്രഹം, KSRTC ജീവനക്കാരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ടെങ്കിൽ, നിങ്ങളുടെയൊക്കെ അനുഗ്രഹമുണ്ടെങ്കിൽ, നമ്മുടെ കഴിവൊന്നുമല്ല, നിങ്ങളെല്ലാം കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കാം. അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കുന്നതിന് പകരം വേറെ ചില നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിച്ചാൽ നോ കമൻസേ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. അത് ഇവിടുത്തെ ഒരു വിഷയമാണ്. ഇവിടുത്തെ വിഷയം KSRTC വണ്ടികൾ നന്നായി ഓടുമോ? രേഷ്മാറിന് ചോദിക്കാറില്ല, ഇയാൾ നന്നായി ഓടിക്കും, ഏതാ പുതിയ വണ്ടികൾ തുടങ്ങുന്നേ, എന്തൊക്കെ സൗകര്യങ്ങൾ യാത്രക്കാർ കിട്ടും, ഇവിടെ ബസ് സ്റ്റേഷനുകൾ എങ്ങനെ നടത്താൻ പോകുന്നു, അതാണ് ചോദിക്കേണ്ടത്. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ എന്നിൽ നിന്ന് മറുപടി ആരും പ്രതീക്ഷിക്കേണ്ട, ഞാൻ തരത്തില്ല. അതിനൊന്നും ഈ രാജ്യത്തെ യാതൊരു പ്രസക്തിയുള്ള കാര്യങ്ങളല്ല ചോദിക്കണം. നമ്മളെ ഒരു ചോദിക്കുമ്പോൾ ഒരാളെ കാണുമ്പോൾ അയാളുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കും. അല്ലാണ്ട് ഒരു ബന്ധമില്ലാത്ത ഗുണബന്ധമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ നാട്ടിൽ പണിയില്ലാത്തമാർ പല പണിക്ക് പോകും. അതിൻ്റെ കൂടെ അവർക്ക് പോകാൻ പറ്റില്ല. അത് പറഞ്ഞാൽ സമയമില്ല. ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ സമയമില്ല. എന്നെ കാണാൻ വരുമ്പോൾ എപ്പോഴും ആളാണല്ലോ ഓഫീസിൽ. ഏറ്റവും കൂടുതൽ സന്ദർശകർ വരുന്നത് എൻ്റെ അടുത്താണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലാക്കാൻ MLA-മാരെ പ്രത്യേകം നടത്തിയുള്ളൂ. പക്ഷേ എന്നാലും നടച്ചാൽ മതി. ഇന്നലെ മെമ്പറൊക്കെ പറഞ്ഞു, തൊട്ടടുത്ത പഞ്ചായത്തിനെ പറഞ്ഞു, ഞങ്ങളവിടെ വണ്ടിയെ കാണാൻ വന്നു, അവിടത്തെ തിരക്ക് കാരണം ഞങ്ങൾ ചെറിയില്ല അങ്ങ് ഒഴിയുന്നു. എല്ലാവരും വരുന്നതെങ്കിൽ സന്തോഷമുള്ള. അതുകൊണ്ട് ഈ തിരക്കിനിടയിലൊക്കെ നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു. കേരളത്തിലെ കോവിഡിന് ശേഷം നഷ്ടപ്പെട്ടു പോയ KSRTC പൊതുഗതാഗതം നമ്മുടെ ഇന്ത്യയിലെ ശരാശരി കണക്ക് വെച്ച് നോക്കിയാൽ കേരളത്തിലെ ഓരോ വീട്ടിലും 1.5 വണ്ടി ഉണ്ടെന്നാണ് കണക്ക്. എന്താണ്? പൊതുഗതാഗതത്തെ ആശ്രയിക്കാത്തതുകൊണ്ടാണ്. കോവിഡിൻ്റെ കാലത്ത് എല്ലാവരും സ്കൂട്ടർ വാങ്ങിച്ചു, എല്ലാവരും കാറ് വാങ്ങിച്ചു, ഒരുവിധം നിവർത്തിയുള്ളവരെല്ലാം വാങ്ങിച്ചു, സ്കൂട്ടർ വാങ്ങിച്ചു. കേരളത്തിലെ KSRTC പൊതുഗതാഗതത്തെ പ്രൈവറ്റ് ബസ് അടക്കമുള്ളവരെ ഉപേക്ഷിക്കാൻ തുടങ്ങി. പക്ഷെ അവരെ തിരിച്ചാകർഷിച്ച് പൊതുഗതാഗതത്തിലേക്ക് കൊണ്ടുവന്ന് മാത്രമാണ് ഒരു പരിഹാരം. അതിനുവേണ്ടിയുള്ള അതിനൂതനമായ പരിഷ്കാരങ്ങൾ KSRTC 2-3 മാസങ്ങളിൽ നിലവിൽ വരും. നല്ല റെസ്റ്റോറൻറ്റുകൾ, നല്ല ടോയ്ലറ്റുകൾ, നല്ല ശുദ്ധിയുള്ള വൃത്തിയുള്ള ടോയ്ലറ്റുകൾ, നല്ല ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ, അതിൻ്റെ കിച്ചണുകൾ, എന്തിന് വണ്ടി കടന്നു പോകുന്ന വഴിയിൽ നിർത്തി ആഹാരം കഴിക്കുന്ന കടകൾ പോലും മാറാൻ പോകുക. നല്ല സ്റ്റാൻഡേർഡുള്ള നല്ല വൃത്തിയുള്ള കടകൾ മാത്രം അപേക്ഷിക്കാം. ഒരു പൈസ KSRTC തരണ്ട. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഉത്തരവ് ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അപേക്ഷിക്കുക. നിങ്ങളുടെ കടയിൽ മുമ്പിൽ 2 ബസ് നിർത്താനുള്ള സ്ഥലം വേണം. ട്രാഫിക് കൺജഷൻ ഉണ്ടാവരുത്. AC ഡൈനിങ് ഹോളുണ്ടോ? ഓക്കെ. ഫുഡിൻ്റെ മെനു നമുക്ക് തരിക. കിച്ചൻ്റെ ഫോട്ടോ എല്ലാം ഒരു വിദഗ്ധ സംഘം അത് പരിശോധിക്കാൻ വരും. പരിശോധിച്ചുകൊണ്ട് അവിടെ മാത്രമായിരിക്കും ഇനി KSRTC ബസ്സുകൾ നിർത്തും. തമിഴ്നാട്ടിലായി, കർണാടകത്തിലായി നമ്മുടെ ബസ്സുകൾ പോകുന്ന വഴിക്കുള്ള എല്ലാ റെസ്റ്റോറൻറ്റുകളും നമ്മൾ ക്ലാസ് ചെയ്യേണ്ടത്. വഴി നിർത്തി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്ന പരിപാടിയില്ല. ടോയ്ലറ്റ് സൗകര്യങ്ങൾ വേണം, ന്യായവിലയായിരിക്കും, നല്ല ഭക്ഷണമായിരിക്കും, നല്ല സർവീസ് ആയിരിക്കും. ഇത് ഉറപ്പുവരുത്തണം. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത്തരം മാറ്റങ്ങൾ പൊതുഗതാഗതത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നു. നമ്മുടെ പൊതുവിദ്യാഭ്യാസം, പൊതുഗതാഗതം ഇതെല്ലാം നിലനിൽക്കേണ്ടതാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ മുഖ്യ ലക്ഷ്യമാണ്. അതിൽ സഹകരണ രംഗം വഹിക്കുന്ന വലിയ പങ്ക്. ഞങ്ങളുടെ നാട്ടിൽ സഹകരണ മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, അതുപോലെ ഇപ്പോൾ നേഴ്സിംഗ് കോളേജ് തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം സഹകരണ രംഗത്തിൻ്റെ വളർച്ചയാണ്. അതിന് കൊടുക്കുന്ന നേതൃത്വം, ആ നേതൃത്വം എന്നും ഉണ്ടാവണം. PK ശശിയെ പോലുള്ള പ്രഗത്ഭരായ ആളുകൾ ഈ സ്ഥാപനത്തിൽ നേതൃത്വം നൽകണം. ഡോക്ടറെ പോലുള്ള ആളുകൾ അവരോടൊപ്പം തോളോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ബോർഡിലുള്ള വനിതകളൊക്കെ ഉണ്ട്. അവരൊക്കെ നല്ല താല്പര്യമുള്ളവരാണ്. ഈ കോളേജിലെ കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ പോലെ കാണുന്നവരാണ്. അവരുടെ ആ താല്പര്യം നമുക്കറിയാം. ഒരുമിച്ച് നിന്നുകൊണ്ട് തോളോട് തോൾ ചേർന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ വിജയത്തിലേക്ക് നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വിജയത്തിൻ്റെ ഉത്സവം തന്നെയാണ്. വിജയോത്സവം നിങ്ങളേവരുടെയും അനുവാദത്തോടെ സർവോപരി ഈശ്വരൻ അനുഗ്രഹത്തോടെ നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്.